ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുജയ്ത് പാണ്ടിക്കാടാണ്. ISROയിൽ ഈ കഴിഞ്ഞ ആഴ്ച അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടി. ജീവിതത്തിൽ ഒരു വലിയ മൈൽ സ്റ്റോൺ തന്നെ അദ്ദേഹത്തിന് താണ്ടാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ISROയിൽ 2 ലെവലിലാണ് ജോലി ഉള്ളത്, ടെക്നിക്കൽ ആൻഡ് റിസർച്ചും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലും. അപ്പോൾ നമുക്ക് ഇന്ന് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, എൻ്റെ വീട് മലപ്പുറം ജില്ല പാണ്ടിക്കാട് സ്വദേശിയാണ്. പഠിച്ചത് MES കല്ലടി കോളേജ് മണ്ണാർക്കാട്. അവിടെ BSc ഫിസിക്സ് ആയിരുന്നു കഴിഞ്ഞത്. അതിനുശേഷം അതിൻ്റെ ഒരു പഠനം തുടങ്ങുന്നത് മലപ്പുറത്തൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഒരു 6 മാസത്തെ കോഴ്സ്, പിന്നെ കുറച്ച് കാലം റീഡിംഗ് റൂമൊക്കെ അവിടെ യൂസ് ചെയ്തു. നിലവിൽ ആ സെൻറ്റർ ഇപ്പം നിലവിലില്ല. അതിനുശേഷം പിന്നെ കോഴിക്കോട്ടേക്ക് മാറി. കോഴിക്കോട് അവിടെ കുറച്ച് കാലം പഠിച്ചു. അതിനുശേഷം ഇപ്പം നിലവിൽ കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ QA ഫാക്കൽറ്റി, മാത്സിൻ്റെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പം മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്ന് ISROയിലോട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ISRO എന്ന് പറയാം റോക്കറ്റ് വിടുന്ന ഒരു സ്ഥലം, അത് മാത്രമാണ് നമുക്കറിയുന്നത്. അപ്പോൾ ISROയെ കുറിച്ച് എന്താണ് ശരിക്കും എന്നുള്ളത് സാറൊന്ന് പറയൂ. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, നമുക്കൊക്കെ അറിയുന്ന ഒരു ഫുൾ ഫോമാണ് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാഷണൽ സ്പേസ് ഏജൻസിയാണ്. നമുക്കറിയാം അമേരിക്കയുടെ നാസ, അല്ലെങ്കിൽ റഷ്യയുടെ റോസ്കോസ്മോസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ സ്പേസുമായി ബന്ധപ്പെട്ട ടെക്നോളജി, സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന ഏജൻസിയാണ്. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ISRO ഇപ്പം സ്പേസ് എക്സ്പ്ലോറേഷൻ, നമുക്കറിയാം റോക്കറ്റ് വിട്ട് അല്ലെങ്കിൽ സാറ്റലൈറ്റ്, അതേപോലെ തന്നെ സാറ്റലൈറ്റ് ഡെവലപ്മെൻറ്റ്, പിന്നെ സ്പേസ് ടെക്നോളജി, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സൊസൈറ്റിയെയും കൂടുതൽ ലൈഫ് ഈസി ആക്കാം, അവർക്ക് ബെനിഫിറ്റ് ആവാം എന്നുള്ള നിലക്ക്. ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വെതർ ഫോർകാസ്റ്റിംഗ് ആവട്ടെ, നമ്മൾ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം നമ്മളെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഇന്നുള്ള എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാവുന്നത് നമുക്ക് അത്രയും സാറ്റലൈറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ലൈഫ് ഈസിയർ ആക്കാം എന്നുള്ള റിസർച്ചുമായി ബന്ധപ്പെട്ട്, അതാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ആൾ ഇന്ത്യയായിട്ടൊരു 20ഓളം സെൻറ്ററുകളായിട്ട് വിവിധ മിഷനുമായി ബന്ധപ്പെട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണൊരു വളരെ മൈന്യൂട്ടായി പറയുകയാണെങ്കിൽ. എല്ലാവർക്കും തന്നെ ISROയിൽ ഒരു ജോലി നേടുക എന്നുള്ളതൊക്കെ വളരെ വലിയൊരു ആഗ്രഹം തന്നെ ആയിരിക്കും. ശരിക്കും ഇതിനെക്കുറിച്ച് വലിയൊരു അവബോധം നമ്മുടെ സമൂഹത്തിൽ ആർക്കും തന്നെ ഇല്ല. അപ്പോൾ ഇതിനൊരു മോഡ് ഓഫ് എക്സാമും പാറ്റേണും എന്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും തന്നെ അറിയില്ല. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് സാറ്. ISROയുടെ എക്സാമൊക്കെ ISRO സ്വന്തം തന്നെ വിളിക്കാറ്. ISRO സ്വന്തമായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ്. അങ്ങനെയാണ് നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. എന്നാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഒരുമിച്ച് വിളിക്കുന്ന എക്സാംസും ഉണ്ട്. അത് ഞാൻ പറയാം. അപ്പം ISRO സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ ഒരു എക്സാം ISRO അസിസ്റ്റൻറ്റ് ഒരു 8ഓളം പോസ്റ്റിലേക്ക് അവർ എക്സാം വിളിച്ചു. അപ്പോൾ അവർ സാധാരണ ISRO അസിസ്റ്റൻ്റ് അവർ ടെക്നിക്കൽ സൈഡാണ് കണ്ടിരുന്നത്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു BSc ഫിസിക്സോ അല്ലെങ്കിൽ BTech ഒക്കെ ഉള്ളവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന എക്സാം ആയിരുന്നു. എന്നാൽ ലാസ്റ്റ് ഇപ്പോൾ 2023 ഈ വിളിച്ച എക്സാം അവർ എനി ഡിഗ്രി എന്നുള്ള സംഭവം കൊണ്ടുവന്നു. അപ്പം ഒരു ഡിഗ്രി ഉള്ള ആർക്കും എഴുതാൻ പറ്റുന്ന എക്സാം. അതായത് ഡിഗ്രി ഇപ്പോൾ 3 വർഷമാണ് സാധാരണ ഡിഗ്രി, ഇപ്പോൾ BTech ആണ് 4 വർഷം. ആ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത 6.32 CGPA ഉള്ള ആർക്കും എഴുതാൻ പറ്റുന്ന എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അപ്ലിക്കേഷൻ പ്രാവശ്യം വന്നിരുന്നു. നേരത്തെ നമുക്കറിയുന്ന പോലെ തന്നെ ഇതൊരു 300 ചില പോസ്റ്റിന് അസിസ്റ്റൻ്റ് ആൾ ഇന്ത്യ ലെവലിൽ ഉണ്ടായിരുന്നത്. അതിലേക്ക് 2 ലക്ഷത്തോളം ആളുകൾ അപ്ലൈ ചെയ്തിരുന്നു. പിന്നെ ഒരു മോഡ് ഓഫ് എക്സാം എന്ന് പറഞ്ഞാൽ 2 ഏരിയയാണ്. ഒന്ന് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ദെൻ സ്കിൽ ടെസ്റ്റ്. റിട്ടൺ ടെസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഓൾ ഇന്ത്യയിൽ വിവിധ സെൻറ്ററുകൾ എക്സാം ഉണ്ടായിരുന്നു. 4 ഏരിയാസ്, അത് GK, റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, ഈ 4 ഏരിയയിൽ നിന്നുകൊണ്ട് 200 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു റിട്ടൺ ടെസ്റ്റ് എക്സാം. എന്നിട്ട് അതിൽ നിന്നും പാസ്സാവുന്ന വളരെ മൈന്യൂട്ടായ ഒരാളുകളെ, അപ്പോൾ വേക്കൻസി എത്ര ഉണ്ട് അതിൻ്റെ ×3 അവർ സ്കിൽ ടെസ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്യുമായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ തന്നെ എവിടെയാണോ നമ്മൾ സോൺ, എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് സോണിലാണ് ജോലി വേണ്ടത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സോണാണ് സെലക്ട് ചെയ്ത് അവിടെ വെച്ചിട്ടായിരിക്കും സ്കിൽ ടെസ്റ്റ്. എനിക്ക് തിരുവനന്തപുരത്ത് കഴിഞ്ഞ സെപ്റ്റംബർ ലാസ്റ്റിലായിരുന്നു സ്കിൽ ടെസ്റ്റ് നടന്നത്. ആ സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്മിനിസ്ട്രേറ്റീവ്, നമുക്കൊരു ലെവൽ കാര്യങ്ങൾ അറിയുമെന്നുള്ള ചെക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. ഇപ്പോൾ MS Excel, പിന്നെ വേർഡ് അല്ലെങ്കിൽ പവർ പോയിന്റ്, ടൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അത്. പിന്നെ അതിൽ നിന്ന് പാസ്സായിട്ട് കൂടി വന്നിട്ടുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ഇയറിൽ മാർക്ക് വാങ്ങിയ ആളുകളായിരിക്കും അവർ ജോലിയിലേക്ക് സെലക്ട് ചെയ്യുക. അതാണ് ഒരു ടൈപ്പ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിലും റിട്ടൺ ആണെന്നുണ്ടെങ്കിലും ഒക്കെ എഴുതിയിട്ടാണ് സാർ ഈ ഒരു പോസ്റ്റിലോട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്.
അപ്പോൾ സാർ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു ISROയിലോട്ടൊരു ജോബിലോട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ സാർ ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ ഒരു ജോബിലോട്ട് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിച്ചാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങോട്ട് വന്നതാണ്, എങ്ങനെയാണ് ഇതിലോട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്? അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവരോട് കൂടി സാറിന് എന്താണ് പറയാനുള്ളത്? അപ്പം ഒരു ഗവൺമെൻറ് ജോലിയുടെ സൈഡിൽ എനിക്ക് പറയാൻ കഴിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് ജോലി നേടുക എന്നുള്ളൊരു സംഭവം നോക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസർഡ് ആയിട്ടുള്ള ജോലി. സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി നമുക്കറിയാം, PSC ആണ്, പബ്ലിക് സർവീസ് കമ്മീഷനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എക്സാംസ് നടത്തുന്നുണ്ട്. അത് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കുറേക്കാർ അറിവുണ്ട് തോന്നുന്നു. നീ നേരത്തെ പറഞ്ഞ പോലെ ഈ സെൻട്രൽ ഗവൺമെൻറ് ജോലിനെ കുറിച്ചാണ് കൂടുതൽ ആളുകൾക്ക് അറിവില്ലാത്തത്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തതിന് ശരിക്കും ISROക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ പഠിച്ചിരുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാംസിന് വേണ്ടിയിട്ടാണ്. SSC എന്ന് പറയും, അറിയുന്ന ആളുകൾ ഉണ്ടാവും പൊതുവെ. ഇപ്പം നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ ലെവൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ്, 100 കണക്കിന് 1000 കണക്കിന് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഗവൺമെൻറ് ജോലിയുടെ സൈഡിൽ നമുക്കുണ്ട്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെയൊക്കെ വാക്കൻസി ഉണ്ട്. എന്നാൽ ഇതിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാക്കൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 36 40 ഡിപ്പാർട്ട്മെൻറ്റ്സിലെ വാക്കൻസിയിലേക്ക് എല്ലാ വർഷവും വിവിധ എക്സാംസുകൾ നടത്തി റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. ഇന്ന് നമുക്കറിയാം, ഇപ്പം 2-3 ലെവൽ പറയുമ്പോൾ ഗ്രൂപ്പ് A B C എന്നാ പറയാം നമ്മൾ ലെവൽ ഓഫ് ജോബ്. ഇതിലിപ്പോൾ ഗ്രൂപ്പ് A ജോബാണ് നമ്മുടെ ഈ സിവിൽ സർവീസ് എക്സാം വഴിയൊക്കെ സാധാരണ റിക്രൂട്ട് ചെയ്യാറ്. ഇപ്പം IFS IAS നമുക്ക് സാധാരണ അറിയുന്ന, എല്ലാവർക്കും അറിയുന്നത് ചിലപ്പോൾ അതായിരിക്കും. എന്നാലും ഇപ്പോൾ ഈ പറയും പോലെ തന്നെ ഇപ്പം IFSൻ്റെ IASൻ്റെ തൊട്ട് താഴത്തിരിക്കുന്ന ഒരുപാട് വലിയ വലിയ പോസ്റ്റ് ഉണ്ട്. എന്നാലും നമുക്കിപ്പോൾ കയറി കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രൊമോഷൻ വഴി ഈ ഇപ്പം നമ്മളെ ഈ സിവിൽ സർവീസ് കയറിയിരിക്കുന്ന ആളുകൾ ഏത് പോസ്റ്റിലാണ് ഇരിക്കുന്നത് അതേ പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ജോലി നമുക്ക് SSC വഴി കയറാൻ പറ്റും. ഇപ്പം എക്സാമ്പിൾ ആണെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അത് നമുക്ക് ഓഫീസറായി കയറി പോവാം. ഇപ്പം അസിസ്റ്റൻറ്റ് ഓഡിറ്റർ ഓഫീസർ, ഇപ്പം ഒരു ഗസറ്റഡ് പോസ്റ്റാണ്, നമുക്ക് നാട്ടിൽ തിരുവനന്തപുരത്ത് വരെ പോസ്റ്റ് ഉണ്ട്. ASO ഇൻ MEA, പുറത്തേക്ക് എംബസിയിൽ പോയി നമുക്ക് ഓരോ രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാം, അവിടുത്തെ സാലറി അവിടുത്തെ അലവൻസ് നമുക്ക് കിട്ടും. ഇങ്ങനെ തുടങ്ങിയപ്പം CBI ആവട്ടെ, NIA ആവട്ടെ, ED ആവട്ടെ, നാർക്കോട്ടിക്സ് ആവട്ടെ, പിന്നെ കുറച്ച് താഴത്തേക്ക് വരാൻ ഓഡിറ്റർ പോസ്റ്റുകളാവട്ടെ, പിന്നെ പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾക്ക് ഒരുപക്ഷെ നമ്മളൊക്കെ അവിടെ ഇവിടെയും കേട്ട ഒരുപാട് ജോലികൾ ഒക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഈ SSCയുടെ ഈ എക്സാംസിലൂടെ. അതിൽ SSCയുടെ തന്നെ CG എന്ന് പറയും, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, ഒരു ഡിഗ്രി ഉള്ള ആർക്കും എഴുതാൻ പറ്റുന്ന എക്സാം. ഡിഗ്രി ഉള്ള ആർക്കും എഴുതാം. എല്ലാ വർഷവും നിർബന്ധമായിട്ട് വിളിച്ചിരിക്കും, അതൊരു പോളിസിയാണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാം അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ, ഏകദേശം 18,000 വേക്കൻസി ഉണ്ടായിരുന്നു. വലിയ അവസരമാണ്. സ്വാഭാവികമായിട്ടും ഓൾ ഇന്ത്യ ആകുമ്പോൾ അതിൻ്റെ കോമ്പറ്റീഷനും ഉണ്ടാവും. അപ്പം ഇതിൻ്റെ 2 സൈഡ് ഉണ്ട്. ഏറ്റവും വലിയ പോസിറ്റീവ് ഒരു സൈഡ് പറയുകയാണെങ്കിൽ, ഇപ്പം SSCക്ക് നമുക്ക് പഠിക്കാനുള്ള 4 ഏരിയ, ഞാൻ നേരത്തെ ISROയുടെ ഏരിയ പറഞ്ഞില്ലേ എന്തൊക്കെ, GK, റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, ഈ 4 ഏരിയ തന്നെയാണ് SSCക്ക് ഉള്ളത്. അല്ലെങ്കിൽ SSCക്ക് നമ്മൾ പഠിക്കുന്നത് ഈ 4 ഏരിയയിൽ നിന്നാണ്. ഇതിന് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഉണ്ട്, എന്നാൽ നമുക്കൊരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ SSCയുടെ എക്സാംസ് ആണെങ്കിലും 2 ടയറാണ്, ടയർ 1 ടയർ 2. അപ്പോൾ അതിലൊരു ഭംഗി എന്ന് വെച്ചാൽ ടയർ 1 എന്താണോ നമ്മൾ പഠിക്കുന്നത് അത് തന്നെയാണ് ടയർ 2. ടയർ 2 വേണ്ടി വേറെ സബ്ജക്റ്റ് എടുത്ത് പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ SSCക്ക് പഠിച്ചാൽ മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ഇപ്പോൾ ഏറ്റവും ടോപ്പ് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിലും ഒരു 30-40 ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്സിൽ എല്ലാ വർഷവും ഒരുപാട് വാക്കൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിന് മാത്രമാണ് SSC വിളിക്കുന്നത്. എന്നാൽ ഇതിന് പുറമേ ഉള്ള ഇപ്പോൾ നേരത്തെ ഇപ്പം ISRO സ്വന്തമായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, എയിംസ് ആവട്ടെ, IITകളാവട്ടെ, NITകളാവട്ടെ, മെഡിക്കൽ യൂണിവേഴ്സിറ്റി വേറെയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, ഇവിടെയൊക്കെ എന്തുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ്, എന്താ പറയുക, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, LDC, ജൂനിയർ അസിസ്റ്റൻറ്റ്, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, ഇങ്ങനെ പോസ്റ്റുകളുണ്ട്. ഇതിന് പുറമെ ISRO പോലുള്ള സ്വന്തമായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഒരുപാട് ഏജൻസി ഉണ്ട്. CSIR, കൗൺസിൽ ഫോർ സെൻറ്റർ സയൻറ്റിഫിക് റിസർച്ച്, ഒരുപാട് ഓഫീസുണ്ട് ഓൾ ഇന്ത്യ. അപ്പം ഇവർക്കൊക്കെ എന്താവശ്യമുണ്ട്, സ്റ്റാഫ്സിന് ആവശ്യമുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ, ഇവരെ വിളിക്കുന്ന ഈ എക്സാംസിൻ്റെ ഒക്കെ ഒരു 80%ൻ്റെയും സിലബസ് എന്നുള്ളത് നമ്മൾ SSCക്ക് എന്താണോ പഠിക്കുന്നത് അതേ സിലബസ് ആയിരിക്കും. അപ്പോൾ SSCയെ പിന്നെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഓൾ ഇന്ത്യ ലെവലിലുള്ള ഏത് എക്സാംസും ഈ ധൈര്യത്തോടെ പോയി എഴുതാൻ പറ്റും. കാരണം സെയിം സിലബസാണ് ചോദിക്കുന്നത്. SSCയുടെ താഴെയുള്ള ലെവലിലായിരിക്കും മിക്കവാറും. അപ്പോൾ അത് നമുക്ക് ഈസിയാണ്. പിന്നെ മറ്റൊരു വലിയൊരു ഏരിയ നമുക്കുള്ളത് റെയിൽവേ ആണ്. നമുക്ക് പറയാം, ഇപ്പോൾ റെയിൽവേ ഇപ്പം കുറച്ച് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷെ കഴിഞ്ഞൊരു ഓഗസ്റ്റ് മുതൽ 2024 ഓഗസ്റ്റ് മുതൽ ഇങ്ങോട്ട് ഫുൾ എക്സാമാണ്. NTPC, പിന്നെ RPF ആവട്ടെ, ഗ്രൂപ്പ് ഡി ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കും, സമയം അപ്ലൈ ചെയ്യുന്ന സമയമാണ്.
ഇനിയിപ്പോൾ എല്ലാ വർഷവും അവർ വിളിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഓരോ വർഷം ലക്ഷക്കണക്കിന് വാക്കൻസിയിലേക്ക് റെയിൽവേ വിളിക്കുന്നുണ്ട്. നമ്മൾ SSC ഒരാളെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ എക്സാംസ് വളരെ ഈസിയാണ്. റെയിൽവേസ് എക്സാമിന് എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല, ഈ ബാക്കി 3 അപ്പോൾ റെയിൽവേ ഇനിയിപ്പം എക്സാം ക്രാക്ക് ചെയ്യുന്ന ആളുകൾ ചോദിച്ചാൽ മതി, നിങ്ങൾ എന്തായിരുന്നു പ്രിപ്പയർ വെച്ചാൽ 80% ആളുകൾ പറയാം SSC എന്നാണ് ഉത്തരം പറയാം. ആരും റെയിൽവേക്ക് പഠിച്ചിട്ടല്ല റെയിൽവേ ക്രാക്ക് ചെയ്യുക. SSC പഠിക്കുന്ന പിള്ളേർ റെയിൽവേ എഴുതിയിട്ടാണ് അധികം ആളുകൾ ക്രാക്ക് ചെയ്യാറ്. അപ്പം ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചൂസ് ചെയ്യേണ്ട 1ാം നമ്പർ SSC ആണ്. പിന്നെ UPSC ഉണ്ട്, അത് ആ ലെവൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് അതിന് പോവാം. SSC എന്നുള്ളത് ശരിക്കും UPSC പഠിക്കുന്ന പിള്ളേരുടെ എന്താ പറയുക ഒരു B പ്ലാനാണ്. ഇപ്പം നമ്മൾ SSC ഇപ്പോഴത്തെ ഓഫീസിൽ നല്ല സീനിയോറിറ്റി ആയിട്ടുള്ള ഇരിക്കുന്ന ആളുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ UPSCക്ക് ഒരുപാട് കാലം പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ കിട്ടാതെ SSCക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്ത് കിട്ടിയ ആളുകളായിരിക്കും. എന്നാൽ ഇപ്പം രണ്ടും ഒരേപോലെ തന്നെ എല്ലാ ആളുകളും ചൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഇപ്പം പോസ്റ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ SSCയിൽ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്കത് നഷ്ടപ്പെട്ടു പോകുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ സാർ ഇത്തരത്തിൽ SSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ISROയിലൊരു നല്ല ലെവലിലൊരു ജോബ് നേടിയെടുത്തു. സാറിൻ്റെ ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കാരണം ഇന്ന് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയും പഠനവും അതുപോലെ തന്നെ ലൈഫും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം കൂടി എങ്ങനെയായിരുന്നു സാർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിരുന്നത്? ജോലി കിട്ടിയ ശേഷം ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തിരുന്നു, എങ്ങനെയാണ് ഇതിന് പഠിക്കുക അല്ലെങ്കിൽ എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്ന് ചോദിച്ചാൽ ഒരുപാട് എന്നെ അറിയുന്ന വിദ്യാർത്ഥികൾ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്നൊരു ചോദ്യം കൂടിയാണ് ഇതിനൊരു കോച്ചിങ് സെൻറ്റർ വേണോ വേണ്ടേ എന്നുള്ളത്. SSC ആണല്ലോ നമ്മൾ പഠനം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കോച്ചിങ് സെൻറ്റേഴ്സ് വേണമെന്നാണ്. കാരണം പണ്ട് ഈ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ ലെവലാണ്. സ്വാഭാവികമായിട്ട് ഇപ്പം നല്ല കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് മുന്നിൽ അഡ്വാൻറ്റേജ് ആവും. അല്ലെങ്കിൽ അതിന് മറ്റൊരു പോസിറ്റീവ് ഉള്ളത്, നമ്മുടെ ഒരുപാട് സമയത്തെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തെറ്റിനെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സിനെയൊക്കെ പറഞ്ഞു തരാനും അത് തിരുത്താനും ആ ഒരു 6 മാസത്തെ കോഴ്സിന് കഴിയും. അപ്പം ചിലപ്പോൾ നമ്മൾ വർഷങ്ങളായിരിക്കും ആ ഒരു കോച്ചിങ് സെൻറ്റർ കൊണ്ട് അല്ലെങ്കിൽ ആ കോച്ചിങ് കൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് SSCക്ക് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു കോച്ചിങ് സെൻറ്റർ പോകാണ്. ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്, നിങ്ങൾക്ക് രണ്ടും യൂസ് ചെയ്യാം. ഇപ്പം ഓൺലൈനാണല്ലോ ഇപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ ഓൺലൈൻ്റെ സാധാരണയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ട്. നിങ്ങൾ മണിക്കൂർ ക്ലാസ്സിലിരുന്ന് പഠിച്ച് അത് റിവൈസ് ചെയ്യും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ വിൽ പവർ എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഏറ്റവും നല്ലതൊരു ഓഫ്ലൈൻ ആയിട്ടാണ്. നമ്മൾ നോട്ടിൽ പറയുകയാണെങ്കിൽ ഇപ്പം മലപ്പുറത്തൊക്കെ കുറച്ച് കുറവാണ് ശരിക്കും ഇപ്പോഴും. അതിനെക്കുറിച്ചുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് മലപ്പുറം സെൻറ്റർ കുറവ്. മലപ്പുറം ജില്ലയിലാണ് ഉദ്ദേശിച്ചത്. ശരിക്കും കോഴിക്കോടാണ് അത്യാവശ്യം നമുക്ക് നല്ല സൗകര്യ സെൻറ്റേഴ്സ് ഉള്ളത്. പിന്നെ തിരുവനന്തപുരം, എറണാകുളം ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതും ചൂസ് ചെയ്യാം. ഒരു വർക്ക് ചെയ്യാളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു 3 ഡേ കോച്ചിങ് സെൻ്ററൊക്കെയാണ് ഉണ്ടാവാറ്. പിന്നെ നമ്മൾ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് ഇറ്റ്സ് അപ് ടു യു എന്നാണ് പറയാൻ. ഓരോരുത്തരുടെ ലെവലും വ്യത്യാസമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ GK, റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്. ഇതിന് മാത്സ് നന്നായിട്ട് BTech പഠിച്ചിടത്തോളം മാത്സ് ഭയങ്കര ഈസി ആയിരിക്കും ചിലപ്പോൾ ഒന്നുകൂടി. അപ്പോൾ അവന് മാത്സിന് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. ചിലപ്പം ഒരാൾ മാത്സിന് പ്രശ്നം, ഒരാൾ 3 മണിക്കൂർ മാത്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവന് 1 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ? സാധാരണ ഒരു അവറേജ് ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവെ പറയാറ് ഒരു 10 മണിക്കൂറെങ്കിലും ഒരു വൺ ഡേ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അതെന്ന് വെച്ചാൽ ആദ്യത്തെ ചിലപ്പോൾ ഒരു 6 മാസമായിരിക്കും നമ്മൾ ദിവസം വെച്ചിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ അത് സ്വാഭാവികമായിട്ട് നമുക്ക് ലെവൽ കൂടുന്നതനുസരിച്ച് നമുക്ക് സമയം കുറക്കലൊക്കെ ഉപയോഗിക്കാം. പിന്നെ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. അത് നമുക്ക് സമയമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടും പിന്നെ വീക്ക് ഡേയ്സൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ വീക്ക് ഡേ വീക്ക് ഓഫൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാളെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്യണം, ഫോർ എക്സാമ്പിൾ കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിൽ. അപ്പം ഞാനിപ്പം ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് ആ സീറ്റിൽ പോയിരിക്കുക, എനിക്ക് ഡിസേർവിങ് ആവണ്ടേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടി വരും. ഇപ്പം നമ്മൾ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റർടൈൻമെൻറ്റും ചെയ്തുകൊണ്ട് തന്നെ ഞാനിത് പഠിക്കണം എന്നിട്ട് എനിക്ക് ക്രാക്ക് ചെയ്യണമെന്ന് പറയാൻ അപ്പുറം നിങ്ങൾ പഠിക്കുന്ന സമയം ചിലപ്പം ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ചിലപ്പോൾ ഒന്ന് മാറ്റി വെക്കണ്ടേ. ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇൻസ്റ്റ FB ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ചിലപ്പോൾ അത് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, അങ്ങനെ നല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടവും കാര്യങ്ങളുമാണ്. അപ്പം നമ്മളെന്ത് വെച്ചാൽ സമയം ചിലപ്പോൾ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. നിങ്ങളപ്പം ഫാമിലി കൊടുക്കേണ്ട സമയം, നിങ്ങളെ വർക്കിന് കൊടുക്കേണ്ട സമയം, പഠനത്തിന് കൊടുക്കേണ്ട സമയം, അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം.
അല്ലാണ്ട് ഒരിക്കലും നമുക്ക് ആ ഒരു സീറ്റ് ഡിസേർവിങ് ആവില്ല എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. കുറച്ച് വർഷങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാതെ മാറി നിന്ന് ഈ ഒരു ജോബിലോട്ട് എത്തുക വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇന്ന് ആർക്കും തന്നെ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാതെ ഇരിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും 1 മിനിറ്റ് സമയം കിട്ടിയ എല്ലാവരും സോഷ്യൽ മീഡിയ നോക്കുക. ആ ഒരു സമയത്ത് അത് മാറ്റി വെച്ചിട്ട് ഇത്തരത്തിൽ വേണ്ടി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു സാറ് പറഞ്ഞ പോലെ ആ ഡിസേർവിംഗ് ആയിട്ടുള്ള സീറ്റിലോട്ട് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു മെൻറ്ററുടെ കീഴിൽ നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഡെഡിക്കേറ്റ് ആയി നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇനി ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അല്ലെങ്കിൽ എല്ലാവരും അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും, ഇത്തരത്തിൽ സെൻട്രൽ ഗവൺമെൻറ് നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സാലറി എങ്ങനെയായിരിക്കും, അതിൻ്റെ അലവൻസ് എങ്ങനെയായിരിക്കും, നമുക്ക് ലീവൊക്കെ എങ്ങനെയായിരിക്കും, എന്താണ് അതിൻ്റെ നമുക്ക് കിട്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്നുള്ള കാര്യങ്ങൾ. സാർ അതിനെക്കുറിച്ച് നമ്മൾ പ്രേക്ഷകരോട് 2 വാക്ക്. അതിൽ നേരത്തെ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. അതിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ യൂട്യൂബ് ഉപയോഗിച്ചിരുന്നു. ഒന്നും ഉപയോഗിച്ചില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. സ്വന്തമായിട്ട് അതിലുള്ള സമയം ചിലതൊക്കെ പോയിരുന്നു. പക്ഷേ യൂട്യൂബ് നമുക്ക് അനിവാര്യമാണ്. ഇപ്പം പഠനത്തിനാണെങ്കിലും കാര്യങ്ങൾക്ക് അത് അനിവാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടെന്ന് പറയാം. രണ്ടാമത് മെൻറ്റർ എന്ന് പറഞ്ഞല്ലോ, ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്. അപ്പം നമ്മൾ ശരിക്കും നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഏരിയ ആണ്. നേരത്തെ തന്നെ കോച്ചിങ് സെൻറ്റർ പറഞ്ഞു. കോച്ചിങ് സെൻറ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ മൊത്തം ഡ്രൈവ് ചെയ്യാൻ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസറുണ്ട്, സൺഡേസ് വെൺമണി എന്നാണ് സാർ പേര്. സാറ് കഴിഞ്ഞ ഒരു 1.5 വർഷം ഞാൻ പരിചയപ്പെട്ടത്. സാറാണ് ശരിക്കും എൻ്റെ മെൻറ്റർ. എൻ്റെ ഇപ്പം ISROൻ്റെ ഒരു ആൾ ത്രൂ എന്നെ സാറ് മെൻറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം SSCയുടെ പഠനത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ ഒരു സാറ് അവിടുത്തെ ഒരു മെൻറ്റർ എന്നുള്ള നിലക്ക് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സാറ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ജോലി ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ എപ്പോഴും ഹെൽപ്ഫുൾ ആവാം. ഇനി ചോദ്യത്തേക്ക് വരാം. അപ്പം സാലറി അല്ലെങ്കിൽ അലവൻസ്, ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിന് എല്ലാവർക്കും ശരിക്കും ഒരേപോലെ തന്നെ അലവൻസ് സാലറി ഉണ്ട്. ISR ഒക്കെ ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ അലവൻസ് കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ പേ ലെവൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലെവൽ 1 മുതൽ ലെവൽ 8 നമ്മൾ പറയാം. ഇപ്പോൾ ലെവൽ 1 എന്ന് പറഞ്ഞാൽ SSC വഴി റിക്രൂട്ട് ചെയ്യുന്ന ഏറ്റവും ലോവസ്റ്റ് ജോബാണ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്. MTS, SSC MTS എല്ലാ വർഷവും എക്സാമിന് വിളിക്കാറുണ്ട്. SSCGL ഒക്കെ വിളിക്കുന്ന പോലെ തന്നെ അതിൻ്റെ സാലറിയാണ് ലെവൽ 1. അതിൽ ഗ്രേഡ് ഇപ്പോൾ എത്ര ഉണ്ടാവും, അതിനേക്ക് ഡിയർനെസ് അലവൻസ് എന്ന് പറയും, അല്ലെങ്കിൽ HR, ഹൗസ് റെൻറ്റ് അലവൻസ്, TA, ട്രാവലിംഗ് അലവൻസ്, ഇതൊക്കെ കൂട്ടിയിട്ടായിരിക്കും നമുക്ക് സാലറി കിട്ടുക. പിന്നെ അതിൽ നമ്മൾ കുറച്ച് ഡിഡക്ഷൻ വരും, അറിയാലോ, നമ്മൾ പിന്നെ പെൻഷനിലേക്കും പിന്നെ ഗവൺമെൻറ് മറ്റ് പ്രൊസീജിയറിലേക്കൊക്കെ കുറച്ചിട്ടാകും സാലറി കിട്ടുക. എന്നാലും ഇപ്പം നമ്മളെ PSC ഇവിടെ എല്ലാവരും ഏറ്റവും കൂടുതൽ പിന്നെന്താ പറയുക ആക്റ്റീവായിട്ട് നോക്കുന്ന പോസ്റ്റാണ് LD ക്ലർക്ക്. നല്ലൊരു ആളുകൾ. പക്ഷെ അപ്പം SSCയുടെ ഏറ്റവും ലോ ലെവൽ പോസ്റ്റ് പോലും LD ക്ലർക്കിന് കിട്ടുന്ന സാലറി 5,000-6,000 കൂടിയിട്ടാണ് കിട്ടുക. ലെവൽ 1 ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങി ലെവൽ 8 വരെ. ലെവൽ 8 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, AO, പിന്നെ അങ്ങനെ തുടങ്ങി CBI, ഇൻകം ടാക്സ്, GST തുടങ്ങി കസ്റ്റംസ്, പ്രിവെൻറ്റീവ് ഓഫീസർ, ഇതൊക്കെ ലെവൽ 6ഉം ലെവൽ 7ഒക്കെയാണ്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 90,000, 1,00,000 മേലൊക്കെ സാലറി ഈ പോസ്റ്റിനൊക്കെ ഉണ്ട്. അതിന് താഴത്തുള്ള പറഞ്ഞ അസിസ്റ്റന്റ് പോസ്റ്റുകൾ, UDC, പിന്നെ പറഞ്ഞ പോലെ ഓഡിറ്റർ പോസ്റ്റുകൾ, പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ്, ഇതൊക്കെ ലെവൽ 4, ലെവൽ 5 ഒക്കെ. ഇതും 50,000, 60,000, 70,000 ഒക്കെ സാലറി. ഞാൻ ഫസ്റ്റ് നിങ്ങൾ മന്ത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളെ കയ്യിൽ കിട്ടുന്ന പറഞ്ഞത്. പിന്നെ ഓരോ വർഷം നമുക്ക് എന്ത് ചെയ്യും, ഇതിന് ഇത്ര പെർസെൻറ്റേജ് കൂടും. ഇപ്പം DA എന്നുള്ളത് എല്ലാ 3 മാസം 6 മാസം കൂടുമ്പോൾ നമ്മുടെ ലോക്സഭ അവർ ചർച്ച ചെയ്തിട്ട് DA എല്ലാ വർഷം കൂട്ടും. ഇപ്പം നിലവിൽ 53%. അപ്പം സാലറി എത്ര ഉണ്ടോ അതിൻ്റെ 53% ഡിയർ അലവൻസ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും. സാലറി നിങ്ങൾ 50,000 ആണെങ്കിൽ 25,000 രൂപ വേറെ എക്സ്ട്രാ നിങ്ങൾക്ക് എല്ലാ മാസം കിട്ടും. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇപ്പം 7th പേ കമ്മീഷൻ എന്ന് പറയാം, അത് വെച്ചിട്ടപ്പോൾ നമുക്ക് സാലറി തരുന്നത്. ഈ 8th പേ കമ്മീഷൻ ഇപ്പം സാങ്ഷൻ ആയിട്ടുണ്ട്. 2026 മുതൽ 8th പേ കമ്മീഷൻ നിർണ്ണയിക്കുന്ന രീതിയിലായിരിക്കും ഇനി സാലറി വരിക. ഇപ്പം എല്ലാവരും പറയും ഇപ്പം ഒരാൾക്ക് 50,000 സാലറി കിട്ടി, ഇനി മുതൽ ഒരു മിനിമം ഒരു 20,000+ കൂടുന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ 30,000 കിട്ടുന്ന ലെവൽ 1ത്തെ 35,000 കിട്ടുന്ന ലെവൽ 1ൻ്റെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി 50,000 ഇതിൻ്റെ മേലേക്ക് സാലറി അടുത്ത 2026 മുതൽ കിട്ടുന്ന പറഞ്ഞത്. അപ്പോൾ അത് സാലറീൻ്റെ ഒരു ഏരിയയാണ്. അതിപ്പം ഈ പറഞ്ഞ മാതിരി ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഇപ്പം നമ്മൾ CBI ഒക്കെ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, NIA ഒക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 13 മാസം സാലറി കിട്ടും. കാരണം നിങ്ങൾക്ക് സൺഡേ അടക്കം വർക്ക് ചെയ്യേണ്ടി വരും. ആ CBIയുടെ ജോബ് പ്രൊഫൈൽ അങ്ങനെയാണ്. എന്നാൽ അധിക ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ അധിക ഡിപ്പാർട്ട്മെൻറ്റ്സിലും നമുക്ക് ലീവ് എന്നുള്ളത് ഭയങ്കര ആശ്വാസമുള്ള ഫാക്ടറാണ്.
അതായത് നമുക്ക് ശനി ഞായർ ലീവാണ് ഒന്ന്. പിന്നെ അതിന് പുറമെ നമ്മൾ കേരളത്തിലൊന്നും ഇല്ലാത്ത ഒരുപാട് ഹോളിഡേയ്സ് വരും. ഇപ്പം പിന്നെ ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ ആളുകൾ മരണപ്പെട്ടതോ അല്ലെങ്കിൽ ജനിച്ചതോ ആയിട്ടുള്ള ദിവസങ്ങൾ ഒരുപാടുണ്ട്. നമുക്കൊന്നും ഇപ്പോൾ പേര് കേട്ടാൽ നമുക്കിനെ പരിചയമുണ്ടല്ലോ. ആ ദിവസങ്ങളൊക്കെ നമുക്ക് ഹോളിഡേയ്സ് ആണ്. ഇതിന് പുറമെ നമുക്ക് 30 ദിവസം വേണ്ട ലീവ്, നമ്മൾ ലീവ് എടുത്താൽ നമുക്ക് ക്യാഷ് കിട്ടും. ഹാഫ് ഡേ ലീവ് ഉണ്ട്. പിന്നെ ഇങ്ങനെ തുടങ്ങി സാധാരണ എല്ലാവരും പറയാറുണ്ട് ഒരു 172 ദിവസം ഒരു വർഷം നമുക്ക് ലീവായിട്ടുണ്ട്. ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി, ഏതൊരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിക്കുള്ളതാണ്. പിന്നെ ISROയിലൊക്കെ വരുമ്പോൾ നമുക്ക് ലോഞ്ച് അലവൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഓരോ ആഴ്ചയിൽ നമുക്കൊരു അത് ലോഞ്ചിങ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് എക്സ്ട്രാ അലവൻസ് വരും. പിന്നെ ഇങ്ങനെ തുടങ്ങി നമുക്ക് ISROന് കൂടി ക്വാർട്ടേഴ്സും മറ്റു കാര്യം മെഡിക്കൽ അലവൻസ്. ഇപ്പം എനിക്ക് എൻ്റെ വൈഫ്, കുട്ടികൾ അല്ലെങ്കിൽ ഉമ്മ ഉപ്പ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിതകാലം മൊത്തം മെഡിക്കൽ, ഇപ്പം നമുക്ക് അവിടെ ഹോസ്പിറ്റൽസ് ഉണ്ടാവും, അവിടെ നമുക്ക് ഫ്രീ ആയിരിക്കും മരുന്നടക്കം. ഇനി അതല്ല നമുക്ക് ഇപ്പം എക്സാമ്പിൾ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ നിങ്ങൾക്കൊരു അവിടുന്ന് റെഫർ ചെയ്ത് തന്നാൽ ബാംഗ്ലൂർ സിറ്റിയിലെ ഏത് ഹോസ്പിറ്റൽ പോയാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെഡിക്കൽ കിട്ടും, മെഡിക്കൽ ഫെസിലിറ്റി കിട്ടും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അലവൻസ് ഉണ്ട്. അപ്പം ഇതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. ISROയിലാണെന്നുണ്ടെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ജോലികളിലാണെന്നുണ്ടെങ്കിലും വലിയൊരു ഉയർന്ന ശമ്പളവും അതിനനുസരിച്ചുള്ള അലവൻസ് ഒക്കെ കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ സാറിൻ്റെ വാക്കുകളിലൂടെ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു മേഖലയിലോട്ട് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ SSCയിലോട്ടൊക്കെ ആൾക്കാർ കടന്നു വരുന്നത് വളരെ കുറവാണ്. ഇനിയിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ഉയർന്ന സാലറിയോട് കൂടിയിട്ട് സാറ് പറഞ്ഞാൽ ലീവിൻ്റെ കണക്കൊക്കെ അത്രയും ലീവുകൾ നമുക്ക് കിട്ടാവുന്നുണ്ട്. നല്ലൊരു വർക്കാണെന്നുണ്ടെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ജോലിയിലോട്ടൊക്കെ കടന്നു വരണം. നമുക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളാണ് ഇതിലെല്ലാം ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അവിടോട്ടൊക്കെ നമ്മൾ വരണം. കേരളത്തിൻ്റെ ഒക്കെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലും നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ ഒരു സുഹൃത്തിനോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ഇത്തരത്തിലൊന്ന് പറയുകയുണ്ടായി. നമ്മളുടെ ഇവിടെ ഇൻകം ടാക്സ് ഓഫീസറൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് കൂടുതൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രെൻഡൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഈ ഒരു മേഖലയിലോട്ട് വരണം. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാറേ പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ആർക്കും ഇത്തരത്തിലൊരു എക്സാം എഴുതിയിട്ടൊന്നും ജോലിക്ക് പോകാൻ ഒരു താല്പര്യമില്ലായ്മ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലൊരു സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒക്കെ എന്തെങ്കിലും ജോലി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഓപ്പൺ ആയിട്ടുള്ളത് സാറിന് അറിയോ? അതിൽ നീ പറഞ്ഞ പോയിന്റിന് തുടങ്ങാൻ തോന്നുന്നു. പിന്നെ ഇവിടെ കേരളത്തിൽ പൊതുവേ സെൻട്രൽ ഗവൺമെൻറ് ജോലി പറയുന്ന ആളുകൾ എല്ലാവരും പറയാറ് പുറത്ത് പോയി ജോലി ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ എല്ലാം എവിടെയുണ്ട്? കേരളത്തിലുണ്ട്. ഒരുപാട് വേക്കൻസി, 100 കണക്കിന് വേക്കൻസി ഓരോ വർഷം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ പ്രശ്നം ഇതാണ്, എന്ത് ആ പോസ്റ്റിലേക്ക് ഇരിക്കാൻ പോലും ഉള്ള ആളുകൾ എവിടുന്ന് സെലക്ട് ചെയ്യപ്പെടുന്നില്ല, കേരളത്തിൽ സെലക്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതിന് നമ്മളൊരു അപ്രോച്ചിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം സാധാരണ നമ്മളെ കേരളത്തിലെ ആളുകൾ എപ്പോഴാണ് ഒരു ഗവൺമെൻറ് ജോലിക്ക് നോക്കുക? നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ PG കഴിഞ്ഞ് നമ്മൾ വേറെ പല ജോലികളും നോക്കി കിട്ടാതിരിക്കുമ്പം ഇനിയിപ്പോൾ എന്താ വഴി, വല്ല PSCയോ ഏതെങ്കിലും ഒരു കോച്ചിങ്ങിന് പോകാമെന്നുള്ള. പക്ഷെ ആ ധാരണ തെറ്റാണ്. നമുക്ക് എത്രത്തോളം നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രത്തോളം പോസിറ്റീവായിരിക്കും. ഇപ്പം നോർത്ത് ഇന്ത്യൻസൊക്കെ പൊതുവെ പറയാറുണ്ട്, അവർ ഡിഗ്രി എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ഇപ്പോൾ +2 കഴിഞ്ഞ് നേരെ SSC കോച്ചിങ്ങിൽ പോവാം. ഡിഗ്രി അവർ ഡിസ്റ്റൻ്റായി ചെയ്യും. എന്നിട്ട് അവർ ഡിഗ്രി കഴിയുന്നതോടുകൂടി അവർക്ക് എന്തായി, നല്ലൊരു ബേസായി, ഒരു 3 വർഷം കൊണ്ട് നല്ല ബേസ് ഉണ്ടാക്കും. ചിലപ്പോൾ അതിന് മുന്നേ തന്നെ ജോലി കിട്ടുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനുള്ള ഈസിനെസ്സാണ്. അതിപ്പോൾ നമ്മൾ UPSCക്കും പറയാറുണ്ട്, ചിലപ്പോൾ സ്കൂൾ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കോച്ചിങ് തുടങ്ങി. ഇവിടെ അത്രയ്ക്ക് നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമ്മളൊരു +2 കഴിഞ്ഞെങ്കിലും ഇതിലേക്കൊക്കെ മാറാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കാൻ പറ്റും. നമ്മൾ പാരൻസ് ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊന്നുള്ളത് പെട്ടെന്ന് ലീവ് ചെയ്യുകയാണെന്നുള്ളതാണ്. നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു MBBS ഒരു ഡോക്ടർ ആവണമെങ്കിൽ നമ്മൾ എത്ര വർഷം വർക്ക് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം അല്ലേ? നമ്മൾ 5 വർഷം MBBS കഴിഞ്ഞുകൊണ്ട് നമുക്ക് ജോലി ആയോ? ഇല്ല. പിന്നെ നമ്മൾ PGക്ക് ഇപ്പോൾ പോകൽ നിർബന്ധം. കാരണം സ്കോപ്പില്ല, അത്രത്തോളം സ്കോപ്പ് പ്രശ്നമാണ്. കാരണം MBBS ഉള്ള ആൾക്ക് ഒരുപാട് കിട്ടാണ്ട്. അതും പിന്നെയും കഴിഞ്ഞ് ഒരു 8-10 വർഷം എടുക്കും നമ്മളൊരു സ്റ്റേബിളായ ഡോക്ടറാണ്. അപ്പോൾ നമ്മൾ അതേപോലുള്ള വലിയൊരു പോസ്റ്റിലേക്ക് എത്താൻ ഞാൻ 6 മാസം കൊണ്ട് കോച്ചിങ്ങിനോട് കൂടി എനിക്ക് ജോലി കിട്ടണം എന്നുള്ള പിന്നെ ആഗ്രഹം നമുക്ക് ഉണ്ടാവാം. അതിന് പറ്റുന്ന ആളുകളുണ്ട്. ഇപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ കഴിഞ്ഞ 6 മാസം കൊണ്ട് CGL ക്രാക്ക് ചെയ്ത് പ്രാവശ്യം കയറും അവർ. അങ്ങനെ കിട്ടുന്ന അത് പക്ഷേ എത്ര ശതമാനം ഉണ്ടാവുള്ളൂ? വളരെ കുറഞ്ഞ ശതമാനം. അപ്പം നമ്മൾ 6 മാസം കോഴ്സും കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം നമ്മൾ ഇതിനു വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ചിലപ്പം 2-3 പ്രാവശ്യമൊക്കെ എഴുതാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കണം നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങേണ്ടത്. പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഒരു വട്ടം CGL എഴുതി കിട്ടിയില്ല എന്നുള്ളതുമില്ല, ഒരിക്കലും നെവർ ലീവ് എന്നല്ല. നമ്മൾ എത്രത്തോളം ചിലപ്പോൾ അവർ പിന്നെ പഠിച്ച് കട്ട് ഓഫിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാവും, എന്നിട്ടാണ് ഇനി കഴിയില്ല എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യുക. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യണം. ഇപ്പം എൻ്റെ
മെൻറ്റർ സഞ്ജയ് സാറെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓഫീസിൽ വന്ന ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് വന്ന സാറ് സംസാരിച്ച് പറഞ്ഞു 9ാമത്തെ തവണ CGയിൽ എഴുതിയപ്പോൾ അവന് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ കിട്ടുക. ഇന്ന് ആദ്യത്തെ പ്രാവശ്യം ക്രാക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് എന്താ, അവൻ കഴിഞ്ഞൊരു 5 വർഷത്തോളം ഇരുന്ന് ഈ 9 വട്ടമുള്ള സാധനം ട്രൈ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞതിലേക്ക് വരാം, അത് എനിക്ക് ഒരുപാട് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും അറിയുന്ന നമുക്കറിയാം പോസ്റ്റൽ സർവീസിലൊക്കെ അങ്ങനെ ഉണ്ട്. GDS എന്നുള്ള പോസ്റ്റിലേക്കൊക്കെ എല്ലാ വർഷവും നല്ലൊരു വാക്കൻസി വിളിക്കാറുണ്ട്, 1000കണക്കിന് വാക്കൻസി. അതിൽ അവരാകെ ക്വാളിഫിക്കേഷൻ നോക്കുക 10ാം ക്ലാസ്സിലെ മാർക്കാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഫുൾ A+ അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യണം. നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾക്ക് അവർ സെലക്ട് ചെയ്ത് റോൾ നമ്പർ ഇട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസുകളിൽ ജോലി കിട്ടും. പിന്നെ ഇതിന് പുറമെ ഇപ്പോൾ വളരെ അടുത്തായിട്ട് റീസെൻ്റായിട്ട് നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് തുടങ്ങിയൊരു പരിപാടിയാണ് എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു പോസ്റ്റ്. ED എന്നാണ് പറയാം, മറ്റേ ED അല്ല, എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റ്. അത് നമ്മൾ റെയിൽവേയിലും പല ഇതിലും വരുന്നുണ്ട്. അത് കോൺട്രാക്റ്റൽ പോസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് അവർ ഒന്നുമില്ല, നിങ്ങളെ പിന്നെ ഇപ്പോൾ ഡിഗ്രി വേണം, ഡിഗ്രി എന്നിട്ടുള്ള വാക്കിന് ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല പോസ്റ്റ് കിട്ടും, നല്ല ശമ്പളം, അത്യാവശ്യം ശമ്പളം ഉണ്ട്. ശമ്പളം പറഞ്ഞാൽ വലിയ ശമ്പളമല്ല, സ്വാഭാവികമായിട്ടും ഈ ശമ്പളം കിട്ടില്ലെങ്കിലും. പക്ഷേ ഇവർക്ക് അവർ വലിയ ആനുകൂല്യമാണ് കൊടുക്കുക. ആനുകൂല്യം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം സാധാരണ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടുക റോസ്ഗാർ മേള വിളിക്കും 6 മാസത്തിലേക്ക്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്നിട്ടാണ് നമുക്ക് ഈ ജോലി നിങ്ങൾക്ക് തന്നിരിക്കൊണ്ട് ലെറ്റർ തരിക. അപ്പോൾ അതിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റ് കയറിയ ആളുകൾ അവർ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സാധനം കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കോൺട്രാക്ച്വൽ പോസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സാധാരണ നമ്മൾ നാട്ടിലെ പ്രൈവറ്റ് ജോലികൾക്ക് നമുക്ക് കൊടുക്കാം. പക്ഷേ ഞങ്ങളെപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ആളുകൾ അതിനിപ്പോൾ തയ്യാറാവാത്തൊരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലിപ്പം ഏതിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും, ഇപ്പോൾ എഡ്യൂക്കേഷൻ ആവട്ടെ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലേക്ക് എല്ലാവരും ആളുകൾ ആവശ്യമുണ്ട്. അപ്പോൾ മിനിമം ഒരു ഇപ്പം ഒരു MS Excel, PowerPoint, പിന്നെ MS Word അല്ലെങ്കിൽ ഒരു ടൈപ്പിംഗ്, ഈ ഒരു സ്കിൽ ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട, ചെറിയ സമയങ്ങളുണ്ട്. അതുപോലും ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം പിന്നെ ജോലി കിട്ടാനുള്ള പ്രയാസങ്ങൾ. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ സ്കിൽ വെച്ചിട്ടാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ സാലറി അനുസരിച്ച് മാറ്റം ഉണ്ടാവും. പിന്നെ നമ്മളെ വാക്കൻസി നല്ല ക്വാളിഫിക്കേഷൻ പരമാവധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തിരിച്ചറിയാം. കാരണം ഇതിന് പറ്റിയ ടെലഗ്രാം ചാനലുകളുണ്ട്, നല്ല യൂട്യൂബ് ചാനലുണ്ട്. ഇത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകും. കാരണം ഇതൊന്നും വരുന്ന നമ്മൾ അറിയുന്നില്ല. അറിയുന്നതൊക്കെ പലരും നോർത്ത് ഇന്ത്യൻസാണ്. പലതും വരുന്നുണ്ട്, അവർ വാക്കൻ്റ് എല്ലാം റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വിവരം കിട്ടുന്നത്. പരമാവധി ഈ ഒരു സോഴ്സുകളൊക്കെ കണ്ടുപിടിച്ച് ഈ സംഭവമൊക്കെ എവിടുന്നാണ് എങ്ങനെയൊക്കെ വരുന്നുള്ളത് തിരിച്ചറിയാന്നുള്ളത് എനിക്കൊരു മാർഗ്ഗം. അപ്പോൾ നമ്മൾ ഏതൊരു സ്ട്രീമിൽ പഠിച്ചാലും നമ്മൾ അത്യാവശ്യം ഒരു ടെക്നിക്കൽ സ്കില്ല് നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ എക്സൽ ആണെങ്കിലും വേർഡൊക്കെ ആണെങ്കിലും നമ്മൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ കുറച്ച് സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ പബ്ലിക്കിലാണെന്നുണ്ടെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും നമുക്ക് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അതുപോലെ ഇത്തരത്തിൽ സാറ് പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. നോർത്ത് ഇന്ത്യൻസ് ഇതിലോട്ട് കയറി വരുന്നുണ്ട്, അവർ അപ്ഡേറ്റ് ആയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളും കയറി വരണം. നമ്മളും നമുക്കായിട്ടുള്ള കേരളത്തിലെ സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റിലെങ്കിലും നമ്മൾ ഉണ്ടാവണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയ വലിയ അച്ചീവ്മെൻറ്റ് ഇപ്പോൾ സാർ നേടിയെടുത്ത പോലെ ആ ഒരു വലിയ അച്ചീവ്മെൻറ്റിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോൾ സാറേ, നമുക്ക് അവസാനമായിട്ട് നമ്മളുടെ സ്റ്റുഡൻസിനോടും നമ്മളുടെ പ്രേക്ഷകരോടും ഒക്കെ ആയിട്ട് സാറിന് എന്താണ് അവരോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്? കാരണം സാർ ഇത്തരത്തിൽ പല കാര്യങ്ങൾ പഠിച്ച് SSCയിലൊക്കെ അത്യാവശ്യം നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്ത്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ യൂട്യൂബൊക്കെ സാറ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സാറ് പഠിച്ച് ഈ ഒരു ലെവലിലോട്ടെത്തി. അപ്പോൾ എന്താണ് അവരോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സാറിന്? അതായത് ഈ പറഞ്ഞ പോലെ സാധാരണ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം, ഡിഗ്രി കഴിഞ്ഞ ഉടനെ മക്കൾക്ക് പറ്റുന്ന ജോലിയാണോ അവർ വീട്ടിലേക്ക് ഷെയർ ചെയ്യുക, അതൊക്കെ വേണം, ജോലി ചെയ്യാം. പക്ഷെ അവർ ഈ ഒരു പഠനത്തിന് വേണ്ടി മാറി എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ആ സപ്പോർട്ടിങ് ആയിരിക്കും അവരെ ഒരു മെൻ്റൽ വലിയൊരു ഫാക്ടർ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചോളം എന്നെ ജീവിതത്തിൽ വലിയ സഹായിച്ച ഒരു ഫാക്ടറാണത്, എൻ്റെ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് എന്നുള്ളത്. അതേപോലെ തന്നെ പിന്നെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് നല്ലൊരു ഒരു ടീമിനെ ഉണ്ടാക്കാൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിപ്പോൾ എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ മലപ്പുറത്ത് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ അന്ന് എൻ്റെ ഒരു 8 കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് ഉണ്ടാക്കിയൊരു ഗ്രൂപ്പുണ്ട്, ഹോണർ റോൾ എന്ന് അതിൻ്റെ പേര്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ 8 പേരുന്ന് കേന്ദ്ര സർവീസ് ജോബിലാണ്. അതിൽ 3 പേര് റെയിൽവേയിലാണ്, 3 പേര് SSCയിലാണ്, ഒരാൾ സബ് ഇൻസ്പെക്ടറാണ്, ഞാനിപ്പോൾ ISROയിലാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പം നമ്മൾ ആ ടീം ബിൽഡ് ചെയ്ത് അങ്ങനത്തെ താല്പര്യമുള്ള ആളുകളെ നിങ്ങളൊപ്പം ഇരുന്ന് പഠിക്കണം. ഒരുപാട് ടൈം നമുക്ക് കുറക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും നമ്മളെ കുട്ടികളുടെ ഇടയിൽ പ്രശ്നം, കുറച്ച് ബുക്സ് വാങ്ങുക, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാം, ക്രാക്ക് ചെയ്യാമെന്നുള്ളൊരു വിചാരം. അപ്പോൾ ഈ പറഞ്ഞ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മടുക്കാൻ തുടങ്ങും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ അത് കുറച്ചുകൊണ്ട് നല്ലൊരു ടീം ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോയാൽ എന്തായാലും, ഇപ്പം ഞാൻ എന്തായാലും എനിക്കറിയാം ഒരു വളരെ ആവറേജ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനിടയ്ക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് കുറച്ചുകൂടി സമയം കൂടുതൽ എടുത്തിട്ടുണ്ട് ശരിക്കും ഇത് ക്രാക്ക് ചെയ്യാൻ. അപ്പം ഇത്രത്തോളം സമയം നമുക്ക് ആവശ്യമില്ല. ഒരു ആവറേജ് ആളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോകുന്നുണ്ടെങ്കിൽ അവരെ ശരിക്കും നിങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ട് ഇതിൻ്റെ ഒരു നല്ലൊരു ബേസിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അങ്ങോട്ട് നിങ്ങൾ ടീം ബിൽഡ് ചെയ്തിട്ടോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പം ഈ ഒരു പിന്നെ സ്റ്റെപ്സ് ഒക്കെ നന്നായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെൻറ്റ് വേണം നിലക്ക് നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്. ചിലപ്പം കുറച്ച് ഡ്രോബാക്കും കുറച്ച് പ്രശ്നങ്ങളും സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് ബാക്കിലേക്ക് വലിക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് ഹാർഡ് വർക്ക് എപ്പോഴും പെയ്ഡ് ഓഫ് എന്ന് പറയുന്ന പോലെ തന്നെ അത് ഒരു നാൾ കിട്ടും എന്നുള്ള സന്തോഷത്തിന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എജു താലിമിനെ സംബന്ധിച്ച് നമുക്ക് ഇനി വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ പഠിച്ചു വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ അടുത്തൂടെ ഡിഗ്രിയും പി ജിയും ഒക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഇപ്പം എല്ലാവരോടായിട്ട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കൊക്കെ നമ്മൾ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്കിന് ഒരിക്കൽ അതിൻ്റെ വില നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. സമൂഹത്തിൽ പലതരത്തിലുള്ള തരം താഴ്ത്തലുകൾ ഉണ്ടാവാം, റിലേറ്റീവ്സിൻ്റെ അടുത്ത് നമുക്ക് പല കുത്തുവാക്കുകളൊക്കെ ഇങ്ങനെ എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് നമുക്ക് എന്തായാലും അതിനൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. എല്ലാവരും ഇതുപോലുള്ള പുതിയ പുതിയ ജോലികളിലോട്ടൊക്കെ, അതായത് സെൻട്രൽ ഗവൺമെൻറ് SSCയുടെ ഒക്കെ അതുപോലെ ഇത്തരത്തിലുള്ള ISRO ജോബിലോട്ടൊക്കെ വരണം. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത്തരത്തിൽ ഒരു കേരള PSC എന്നതിനപ്പുറം SSC പോലുള്ള കേന്ദ്ര ഗവൺമെൻറ് ജോലികളിലോട്ടെല്ലാം എല്ലാവരും വരണമെന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഭാഗത്ത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇതുപോലെ നമ്മുടെ SSCയിലൊക്കെ ജോബ് കിട്ടി നിങ്ങൾ അതിലോട്ട് വരണം, നമ്മുടെ സ്റ്റുഡൻസൊക്കെ അതിലോട്ട് എത്തിച്ചേരണം എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.